മോഷണ രീതിയിലൂടെ ശ്രദ്ധേയനായ മൂവാറ്റുപുഴ പെഴക്കാപ്പള്ളി പാണ്ടിയാരപ്പള്ളി നൌഫൽ വീണ്ടും കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിൽ. മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ അരിമ്പ്രയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ബഡ് സ്കൂളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മോഷണ ശ്രമത്തിനാണ് പപ്പൻ നൌഫൽ എന്ന നൌഫൽ അറസ്റ്റിലായത്. ജൂൺ 1 പുലർച്ചെ വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണ ശ്രമം. ഇവിടെ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. മോഷണ ശ്രമത്തിന്റെ രീതിയിൽ നിന്ന് നൌഫലാണ് സംഭവത്തിന് പിന്നിലെന്ന് കൊണ്ടോട്ടി പോലീസ് മനസ്സിലാക്കി. വേങ്ങരയിലെ മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന നൌഫലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നെന്ന് കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ വ്യക്തമാക്കി. ആൾതാമസമില്ലാത്ത വീടുകളുടെ വാതിൽ തകർത്ത് സ്വർണവും പണവും മാത്രം മോഷ്ടിക്കാറുള്ള നൌഫൽ ബഡ് സ്കൂൾ വീടാണെന്ന് ധരിച്ചായിരുന്നു വാതിൽ തകർത്ത് അകത്ത് കയറിയത്. പണവും സ്വർണവും ലഭിക്കാത്തതിനാൽ വിദ്യാലയത്തിലെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുക്കാതെ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയായിരുന്നെന്നും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. മോങ്ങത്ത് ഗൃഹനാഥനെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും കൊണ്ടോട്ടി തുറക്കലിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നടന്ന മോഷണത്തിലും കഴിഞ്ഞ ഫെബ്രുവരി 6 കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായിരുന്ന നൌഫൽ റിമാൻഡിലായിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഇയാൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തി വരുന്നതിനിടെയാണ് വീണ്ടും പോലീസിന്റെ പിടിയിലാകുന്നത്. നേരത്തെ തുറക്കലിലുണ്ടായ മോഷണ കേസിൽ പോലീസും ഡാൻസേഴ്സ് സംഘവും ചേർന്ന് നൌഫലിനെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു മോങ്ങത്തെ വധശ്രമം ഉൾപ്പെടെയുള്ള വിവിധ കേസുകൾക്ക് തുമ്പുണ്ടായത്. സിനിമാ കഥകളെ വെല്ലുന്ന വിധത്തിൽ ആരെയും ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ നൌഫലിന്റെ കഥയാണ് അന്ന് പുറത്തു വന്നത്. ആളില്ലാത്ത വീടുകളുടെ വാതിലുകൾ മഴ ഉപയോഗിച്ച് തകർത്ത് അകത്തു കയറി മോഷ്ടിക്കുന്ന സ്വർണവുമായി ബംഗാളിലേക്ക് പോയി അവിടെ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. 3 വർഷം മുൻപ് പശ്ചിമ ബംഗാളിലെ ബർദ്ധമാൻ ജില്ലയിലെ അത്താസ്പൂരിൽ ഭൂമി വാങ്ങി ഇരുനില വീട് വെച്ച് തന്റെ കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ കുട്ടിയുള്ള വിധവയെ വിവാഹം കഴിച്ചതോടെ നാട്ടുകാരുടെ പ്രീതി പിടിച്ചുപറ്റി. തുടർന്ന് നൌഫൽ ഖത്തറിൽ വ്യവസായിയാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ബംഗാളിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് സഹായം ചോദിച്ചെത്തുന്നവരെയെല്ലാം നൌഫൽ നല്ല രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ നൌഫൽ ഷെയ്ഖ് എന്നാണ് അറിയപ്പെട്ടത്. ബഡ് സ്കൂളിലെ മോഷണ കേസിൽ അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പോലീസ് വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് നൌഫൽ വീട് പൊളിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി കണ്ടെടുത്തു. കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ, SI-മാരായ ജിഷിൽ, തുളസിദാസ്, പോലീസ് ഓഫീസർമാരായ ഷാരിഷ്, ഫിറോസ് ഖാൻ, പ്രജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഈ ചാനൽ കൊണ്ടോട്ടി. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. സ്ഥിര നിക്ഷേപത്തിന് 1 വർഷത്തേക്ക് 8.5% പലിശ. ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ 9% വരെ പലിശ. വന്ദനം നിക്ഷേപ പദ്ധതി 56 വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക്. പലിശ 8.75%. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി. വേഗമാകട്ടെ, തൊട്ടടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കൂ. KSFE, ഈ നാടിന്റെ ധൈര്യം.